അങ്ങോട്ട് വരാമേ. ഇല്ലില്ല, വരില്ല. ആൾക്കിഷ്ടാവില്ലല്ലോ. ഞങ്ങളെ കാണണമെന്നുള്ളപ്പോ നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി. ഇവർക്ക് ഇക്കാര്യം നേരത്തെ പറയരുതായിരുന്നോ? ദേഹോപദ്രവം ഉണ്ടാവോ? എന്നാലും പെണ്ണ് ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല. എന്നാലും അവളും ഇത്രയും നേരം പിടിച്ചോണ്ട് എന്നിട്ട് എന്നെ കണ്ടപ്പോഴാ കൈ വിട്ടത്. അവിടെ കയ്യും എന്റെ കൂടെയാണ്. എന്താ അയ്യോ, ശരി. എന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്നേ? എന്തൊക്കെയാ കുട്ടി പറഞ്ഞിട്ട് പോയത്? ഓ, ഇനിയിപ്പോ ആൾക്കാരങ്ങനെയൊക്കെ വിചാരിക്കുമാവോ? എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണ്ടായിരുന്നു. എനിക്ക് കല്യാണത്തിന് സമ്മതമാ. നിങ്ങൾ പെൺകുട്ടിയെ നോക്കിക്കോ. കുറച്ച് സൈഡ് തരുമോ? അല്ല, പെട്ടെന്ന് ഇവനങ്ങനെ മര്യാദക്കാരനായോ? രഘുവേട്ട, ഞാനീ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ സത്യമല്ലേ? സ്വപ്നമൊന്നും അല്ലല്ലോ. അതാ അംബിക ഞാനും ആലോചിക്കുന്നത്. കല്യാണം കഴിക്കാമെന്ന് തന്നെയല്ലേ സീമയെ നരേൻ പറഞ്ഞത്? അതെ, പെണ്ണിനെ നോക്കിക്കോളാനും പറഞ്ഞു. പക്ഷേ പെണ്ണിനെ നോക്കേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ നരേൻ കുഞ്ഞിന്റെ മനസ്സ് പെട്ടെന്ന് മാറാനേ ഒരു കാരണമുണ്ട്. എന്ത് കാരണമാ? എന്നെ കൺവെട്ടത്ത് കണ്ട കൊന്നു കൊലവിളിക്കുന്ന ആളല്ലേ. ഇപ്പൊ പെണ്ണുങ്ങളോടുള്ള സമീപനം ഒക്കെ മാറി. ആവശ്യമില്ലാത്ത സസ്പെൻസ് ഇടാതെ കാര്യം പറയടി. ഇവിടെ ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റോ? എന്താ ആക്സിഡന്റ്? അത് പിന്നെ ആ പെൺകുട്ടിയുടെ കാര്യം ഞാനാ പറഞ്ഞെന്ന് നരേൻ കുഞ്ഞ് അറിഞ്ഞ നരേൻ കുഞ്ഞ് എന്നെ ശരിയാക്കും. അയ്യോ, നിന്നോടാ ചോദിച്ചത് എന്ത് ആക്സിഡന്റ് ആണെന്ന്.
അത് പിന്നെ എന്റെ കയ്യിൽ നിന്നൊരു ജാറ് നിലത്ത് വീണ് പൊട്ടി. സീമേ, നിന്റെ തലയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ. രഘുവേട്ടൻ കേട്ടോ, ഇവളുടെ കയ്യിലെ ജാറ് നിലത്ത് വീണ് പൊട്ടിയതുകൊണ്ടാ നരൻ കല്യാണത്തിന് സമ്മതിച്ചേന്ന്. ഒന്ന് പോ പെണ്ണെ അവിടുന്ന്. ഈശ്വര, ഞാനത് ആരോട് പറയും? ഇവക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്പിയെ. നരേൻ പറയുന്നത് കേട്ട് എന്റെ തലയിലെ കിളി വരെ പോയി. എന്നാലും പെട്ടെന്ന് അവന്റെ മനസ്സ് മാറാൻ എന്തായിരിക്കും കാരണം? എല്ലാം ആ പെൺകുട്ടിയുടെ ഐശ്വര്യ രഘുവേട്ട, കാവേരിയുടെ. അവളെ വീട്ടിൽ വലതുകാല് വെച്ച് കയറിയപ്പോഴല്ലേ നരന് ഇങ്ങനൊരു തോന്നലുണ്ടായത്. ആ കുട്ടി എവിടെ പോയാലും നല്ലതേ ഉണ്ടാവും. രാത്രി ഉറക്കമൊക്കെ കുറവാ സിസ്റ്ററെ. ശ്വാസമുട്ടലിന്റെ ആയിരിക്കും. BP ഒക്കെ ലോ ആട്ടോ. കണ്ടീഷൻ അത്ര ശരിയല്ല. എന്ന് വെച്ചാ അത് ഞാനല്ല, ഡോക്ടറാ പറയേണ്ടത്. നിങ്ങൾ പണം അടച്ചോ? അടയ്ക്കാം സിസ്റ്റർ. പണം അടച്ചാലേ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുമെന്ന് നിങ്ങളോട് എത്ര തവണ പറഞ്ഞു? പണം അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യൂ. ട്രീറ്റ്മെന്റ് പ്രൊസീജിയറൊക്കെ അപ്പോഴേ ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റൂ. കേട്ടല്ലോ, പണം അടയ്ക്കാൻ എന്താടി തടസ്സം? പണം അടയ്ക്കാനല്ല ചേച്ചി, ബാങ്കിൽ നിന്ന് എടുക്കാനാ തടസ്സം. എങ്കിൽ പിന്നെ ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് ഇവിടെ ഒന്ന് അഡ്മിറ്റ് ആയാൽ മതിയായിരുന്നല്ലോ. ഇതിപ്പോ വെറുതെ വന്ന് കിടക്കുന്ന പോലെ. എല്ലാവരും കൂടെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞിട്ട് എന്ത് ചെയ്യാനടി? നീ പണം എടുത്തോണ്ടൊന്ന് വേഗം അടയ്ക്കാൻ നോക്ക്. ഞാൻ ബാങ്കിലേക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കാൻ ചേച്ചി. പണം ക്രെഡിറ്റ് ആയോന്ന് അറിയാലോ. ഇപ്പൊ വരാവേ. എന്താ അമ്മ? ഒന്നുമില്ല, മോള് കിടന്നോ. നിനക്ക് ഓറഞ്ച് വേണോ? കഴിക്കാം. വൈറ്റമിൻ സി ഉണ്ട് ഓറഞ്ചില്. കാൽഷ്യം ആഗിരണം ചെയ്യാനും കൊളാജൻ ഉണ്ടാക്കാനും ഒക്കെ വൈറ്റമിൻ സി അടിപൊളിയാ. എല്ല് വേഗം മുറി കൂടുവെന്ന്. നീ നിന്റെ അച്ഛനും കൊണ്ടേ കൊടുക്കും ഓറഞ്ച്. അച്ഛൻ കാരണമാ ഇപ്പൊ ഓറഞ്ച് കഴിക്കേണ്ടി വന്നത്. നീ എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലേ. നിനക്ക് വേണ്ടെങ്കി വേണ്ട, ഓറഞ്ച് ഞാൻ കഴിച്ചോളാം. അതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ എന്തിനാ തല്ലുകൂടുന്നേ? നിനക്കൊന്ന് ഇറങ്ങി പോവാൻ ഈ റൂമിന്ന്. ഓ, ടൂ ബാഡ്. വണ്ടി തട്ടി അനാഥ പ്രേതം പോലെ റോഡിൽ കിടന്നപ്പോ പിന്നാലെ അന്വേഷിച്ചു വന്ന് നിലവിളിച്ച ആളെ കൂട്ടി തൂക്കിയെടുത്തോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഞാൻ. സമയത്തിന് കെയറും ട്രീറ്റ്മെന്റും കിട്ടാൻ ഇവിടെ വന്ന അറ്റൻഡർമാരുടെയും ഡോക്ടേഴ്സിന്റെയും കാല് പിടിച്ച് നിന്നൊരു കൊതുക് പോലും കുത്തരുതേന്ന് കരുതി AC റൂമൊക്കെ എടുത്ത് കിടത്തി അവസാനം ബോധം വന്ന് നാവ് പൊന്താറായപ്പോ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോവാനോ? അത് കൊള്ളാലോ. നിന്റെ അച്ഛൻ കാരണോടി എനിക്ക് അവസ്ഥ. സമയത്തിന് കെയറും ട്രീറ്റ്മെന്റും കിട്ടാൻ ഇവിടെ വന്ന അറ്റൻഡർമാരുടെയും ഡോക്ടേഴ്സിന്റെയും കാല് പിടിച്ച് നിന്നൊരു കൊതുക് പോലും കുത്തരുതേന്ന് കരുതി AC റൂമൊക്കെ എടുത്ത് കിടത്തി അവസാനം ബോധം വന്ന് നാവ് പൊന്താറായപ്പോ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോവാനോ? അത് കൊള്ളാലോ. നിന്റെ അച്ഛൻ കാരണോടി എനിക്ക് അവസ്ഥ. അതെ, ഒരു ഭാര്യ വിചാരിച്ചാലേ കൊതുക് കുത്താതെയൊക്കെ നോക്കാൻ പറ്റും. പക്ഷേ ആന കുത്താതെ നോക്കാൻ പ്രയാസോ? ഭാര്യയോ?
നീയാണോ എന്റെ ഭാര്യ? വൃത്തികെട്ടവളെ. ഒന്നടങ്ങൻ ഇവന്. സിസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. ഈ ബോധമില്ലാതെ ചോര ഒലിച്ച് കിടന്നപ്പോ ട്രീറ്റ് ചെയ്ത് ഈ കോലത്തിലാക്കിയത് അവരാ. ഈ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടാലേ ചെയ്തത് തെറ്റായി പോയെന്ന ഒരു കുറ്റബോധം തോന്നും അവർക്ക്. ചിലപ്പോ ഒന്നും രണ്ടും തുന്നിക്കൂട്ടി വിട്ടുന്ന് വരും. ഇടിയും. ആ, ദേ, ഏതാണ്ട് ഇതുപോലെ തന്നെ. സിസ്റ്റർ പേടിച്ചു പോയോ? ഞങ്ങൾ തമ്മിൽ പ്രേമിക്കുന്നത് ഇങ്ങനെയാ, ഒരു ടോം ആൻഡ് ജെറി സ്റ്റൈല്. അല്ലേ നിവിനെ? ആ സിസ്റ്റർ വാ. ഞങ്ങളുടെ വഴക്കൊക്കെ കണ്ടാലേ ഭയങ്കര ശത്രുതയാണെന്ന് ആൾക്കാർക്ക് തോന്നും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ്. ഞങ്ങളുടെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഇവനൊരു തമാശ കാട്ടി. ആ തമാശ എന്താണെന്ന് കേട്ടാലേ നിങ്ങളൊക്കെ ചിരിച്ച് ചിരിച്ച് ചാവും. എന്റെ അച്ഛനാണെങ്കിൽ അതിനേക്കാൾ വലിയ തമാശക്കാരനാ. അതിന് ബദലായിട്ട് അച്ഛനും വേറൊരു തമാശ കാട്ടി. അങ്ങനെയാ ഈ ഹോസ്പിറ്റൽ ബെഡ് വരെ എത്തിയത്. അല്ലേ നിവിനെ? നിന്റെ അച്ഛനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടേ. എന്റെ കൈയൊന്ന് ശരിയായിക്കോട്ടെ. ഇനിയും അച്ഛനെ ചൊറിയാൻ പോവാനാ ഭാവമെങ്കിലേ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ പാട്ടത്തിലെടുക്കുന്നതായിരിക്കും നിവിനെ ലാഭം. ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കാനുള്ളതല്ലേ. സിസ്റ്റർ വന്ന കാര്യം പറഞ്ഞു. നിവിന് മുടിഞ്ഞ തമാശയാ. കേട്ടോണ്ട് നിന്നാ നമ്മുടെ ജോലി ഒന്നും നടക്കൂല. സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകണമായിരുന്നു. റെഡി അല്ലേ? വീൽ ചെയർ പറയണോ? വേണ്ട. സിസ്റ്റർ പോക്കോ, ഞാൻ കൊണ്ടുവന്നോളാം ഈ മുതല്ല. നിവിനെ സൂക്ഷിച്ച് ഒന്ന് പറയുന്നത് കേൾക്ക്. എനിക്ക് ആരുടെ സഹായം വേണ്ട, പ്രത്യേകിച്ച് നിന്റെ. ഒന്ന് പോ നിവിനെ. ബാബാ ഞാൻ പിടിക്കാം. ശബ്ദമൊക്കെ വന്നല്ലോ. എങ്ങനെയെങ്കിലും നിളയുടെ ഓപ്പറേഷനുള്ള കാശ് അടയ്ക്കണമല്ലോ. എടി, നല്ലൊരു ക്യൂട്ട് കപ്പിളാടി ആ റൂമിൽ. എപ്പോഴും രണ്ടാളും തമ്മിൽ കൗണ്ടറാ. കേട്ടു നിൽക്കാൻ നല്ല രസാ. എന്തു പറ്റിയത്? ബൈക്ക് ആക്സിഡന്റ് എന്നാ തോന്നുന്നത്. ഹസ്ബൻഡിനാ പരിക്ക്. കാര്യമായിട്ട് എന്തെങ്കിലും? ഇല്ലടി, മിക്കവാറും 1-2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആവും. ആ വൈഫിന് എന്ത് സ്നേഹമെന്നറിയോ ഹസ്ബൻഡിനോട്. നിവിൻ, ദേ ഇവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. സൂക്ഷിച്ച്. ഈ സമയത്ത് എന്താ കാവേരി നീ ആലോചിക്കുന്നത്? പണം ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കേ. നിവിനെ, ഇവളെന്തോ ഇവനെ ആദ്യമായിട്ട് കാണുമെന്നു. വന്നേ. കൊല്ലാൻ കൊണ്ടുപോവാന്നോ? നീ ഇവിടെ എന്ത് ചെയ്യാ? At work? നീ പറഞ്ഞിട്ടല്ലേ ഇന്ന് പെണ്ണ് കാണൽ നിശ്ചയിച്ചത്? ഒരു സെക്കൻഡ്. സോറി, കുറച്ച് ഇമ്പോർട്ടൻറ്റ് മെയിൽ അയക്കേണ്ടായിരുന്നു. പറഞ്ഞോ. പറയാനോ? എടാ പെട്ടെന്ന് റെഡിയാവ്. എന്തിന്? എനിക്കിന്ന് അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ. എടാ പെണ്ണ് കാണലല്ലേ? നിന്റെ പെണ്ണ് കാണൽ ഇന്നാ. പെണ്ണ് കാണല? ഡാ കളിക്കല്ലേ. നീ പറഞ്ഞിട്ടല്ലേ പെണ്ണിനോടും വീട്ടുകാരോടും വരാൻ പറഞ്ഞേ. ഓ, പെണ്ണ് കാണലേ.
അല്ല ഈ പെണ്ണു വീട്ടുകാർ ഇങ്ങോട്ടല്ലേ വരണളേമ്മേ, പിന്നെന്തിനാ ഞാൻ റെഡി ആവണേ? ഡാ, ഈ വേഷത്തിലാണോ പെണ്ണ് കാണാൻ പോകുന്നേ? സോ വാട്ട്? ഈ വേഷത്തിന് എന്താ കുഴപ്പം? ശിവേട്ടാ, ഒന്ന് പറഞ്ഞു അല്ല മനസ്സിലാക്കി ഞാൻ കൊടുക്ക്. എന്തോ പറയാനാ ഇതിനൊക്കെ. ശ്ശേ, ഇതിലൊക്കെ എന്താ ഇത്ര സ്പെഷ്യാലിറ്റി? COVID-19 ശേഷം ലോകം മൊത്തം മാറിയില്ലേ? മീറ്റിംഗ്സ് ഒക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം. ഈ സ്യൂട്ടും ടൈ ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയില്ലേ? എന്തിന്? ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ നിന്ന് സൈൻ ചെയ്തില്ലേ കോടികളുടെ കോൺട്രാക്ട്. കമ്പനി സൈൻ ചെയ്യുന്ന കോൺട്രാക്ട് പോലെയാണോ കല്യാണം? പിന്നല്ലാതെ, ആണും പെണ്ണും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് അല്ലേ കല്യാണം? ശ്ശേ, ഇതിലൊക്കെ എന്താ ഇത്ര സ്പെഷ്യാലിറ്റി? COVID-19 ശേഷം ലോകം മൊത്തം മാറിയില്ലേ? മീറ്റിംഗ്സ് ഒക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം. ഈ സ്യൂട്ടും ടൈ ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയില്ലേ? എന്തിന്? ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ നിന്ന് സൈൻ ചെയ്തില്ലേ കോടികളുടെ കോൺട്രാക്ട്. കമ്പനി സൈൻ ചെയ്യുന്ന കോൺട്രാക്ട് പോലെയാണോ കല്യാണം? പിന്നല്ലാതെ, ആണും പെണ്ണും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് അല്ലേ കല്യാണം? ശിവേട്ടാ, എന്നെ കൊണ്ട് വയ്യ. പെൺവീട്ടുകാർ വരുന്നതുകൊണ്ട് ഒരു 100 കൂട്ടം പണി കിടപ്പുണ്ട് അടുക്കളയില്. ശിവേട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഞാനെങ്ങനെ ഗായത്രി? ശരിയാ, ഞാനല്ലാതെ വേറെ ആരാ അവന് പറഞ്ഞു കൊടുക്കുക? ഞാൻ പറഞ്ഞു കൊടുക്കാം. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. നരേമോനെ, ആണും പെണ്ണുമായിട്ടുള്ള കോൺട്രാക്ട് എന്നൊക്കെ പറഞ്ഞ് കല്യാണത്തെ നീ അവഹേളിക്കരുത്. അതൊരു ദിവ്യമായ തേങ്ങാക്കൊലയാണെന്നൊക്കെ ആളുകൾ പറയും. അതിന് പെട്ടുപോയവർക്ക്, ഈ വാരിക്കുഴി വീണ് കിടക്കുന്നവർക്ക് മറ്റുള്ളവർ സ്വതന്ത്രരായി നടക്കുമ്പോൾ ഒരു അസൂയുണ്ടല്ലോ, അങ്ങനെ ഈ ഓരോരുത്തർ കല്യാണത്തിന് നിർബന്ധിക്കുന്നു. വാസ്തവത്തിൽ നീ പറഞ്ഞ ഈ കോൺട്രാക്റ്റിനേക്കാൾ മോശമാണ് ഈ മാരേജ്. ഓ, കോൺട്രാക്റ്റിനൊക്കെ ഒരു കാലാവധി ഇല്ലയോ? ആ കാലാവധി കഴിഞ്ഞാൽ രണ്ടുപേർക്കും സ്നേഹപൂർവ്വമൊക്കെ അങ്ങ് പിരിയാലോ. കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? ജീവിതാവസാനം വരെയുള്ള ഒരു കുരുക്ക. കെട്ടുന്നത് നമ്മളാണുങ്ങൾ, കുരുങ്ങുന്നതും നമ്മളാണുങ്ങൾ. അതുകൊണ്ട് നമുക്ക് താല്പര്യമില്ലാതെ ഈ വേളി അങ്ങോട്ട് ഒഴിപ്പിച്ചു വിടാന്ന് വിചാരിച്ചാ തീർന്നേ. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. കുടുംബ കോടതി, ഹിയറിങ്, തെളിവ് നിരത്തല്, കൗൺസിലിങ്, വക്കീൽ ഫീസ്, ഇതെല്ലാം കൂടെ ഓർക്കുമ്പോഴാ പുല്ല് വേണ്ടാന്നും പറഞ്ഞ് പിന്നെ നമ്മൾ ഈ കയ്പ് നീരങ്ങ് കുടിക്കും. ഡിവോഴ്സ് കേസിന് പോയാലോ? പരസ്പരമുള്ള വീതം വെപ്പ്, ഓഹരി കൊടുത്ത് തീർക്കൽ, ജീവനാംശം, മക്കളുടെ അവകാശം. കടിച്ച പാമ്പ് വിടില്ലാന്നും പറഞ്ഞ് ജീവിതാവസാനം വരെ തുടരും. മോനെ നരനെ, കൊച്ചച്ഛൻ സ്നേഹം കൊണ്ട് പറയുക, മക്കളൊന്നും ഇതിൽ പോയി തലവെക്കരുത്. അയ്യോ, എനിക്കൊക്കെ പറ്റിയത് പറ്റി. കല്യാണം കഴിഞ്ഞാൽ കാല് കെട്ടിയതിന് തുല്യ. നിനക്ക് ഇപ്പോഴത്തെ പോലെ എവിടെയെങ്കിലും സമാധാനമായിട്ട് പോവാനോ വരാനോ പറ്റുമോ? എന്തെങ്കിലും ഒരു ജോലി സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഗർഭം, പ്രസവം, പോഷകാഹാരം, ശിശുപരിപാലനം, വാക്സിനേഷൻ, ഈ അംഗനവാടി വെച്ചേക്കുന്ന പോസ്റ്റർ പോലാവും ജീവിതം. എന്തിനധികം നിനക്കിപ്പോ ഇവിടെ ഇരുന്ന് ഇതേപോലെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറ്റുമോ? മക്കൾ ഇവിടെ ഇരുന്ന് മര്യാദയ്ക്ക് ജോലി ചെയ്യുമ്പോൾ നിന്റെ അടുത്ത് പെണ്ണുപിള്ള കുണുങ്ങി കുണുങ്ങി വരും. എന്തു ചെയ്യുവാ ചേട്ടാന്ന് ചോദിച്ചു. നിനക്ക് വല്ലോ മര്യാദയ്ക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ? ഇപ്പൊ മോന് മനസ്സിലായില്ലേ എമ്മാതിരി ഒരു ഊരാ കൊടുക്ക കല്യാണമെന്ന്? അപ്പൊ ഇനി മോന് കല്യാണം വേണോ? വേണം. എന്താ കല്യാണം വേണോന്ന്? അല്ല, ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ മോന്? മനസ്സിലായി. പിന്നെ തൽക്കാലം ഞാൻ ആ കുടുക്കിലൊന്ന് പോയി പെട്ടു നോക്കട്ടെ, ഊരാൻ പറ്റുമോ? നീ ഒന്നും ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല. പറഞ്ഞു പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റിയത് വെച്ച. സോറി. നീ
നീ എന്താടി ഇവിടെ? നിന്നോട് ചോദിച്ചത് എന്താ ഇവിടെന്ന്? എന്താ ഈ ഹോസ്പിറ്റൽ നിന്റെ അച്ഛന്റെ വകയാണോ? എനിക്കിവിടെ വരാൻ പാടില്ലേ? എന്താ നീ നിവിനെ റൂമിൽ പോയി കണ്ടിട്ട് വരിക? ആർക്ക് വേണോടി നിന്റെ ഭർത്താവിനെ? എനിക്ക് നിവിനെ വേണമായിരുന്നെങ്കിൽ ദേ ഇങ്ങനൊന്ന് ഞൊടിച്ചാ മാത്രം മതിയായിരുന്നു. മണ്ഡപത്തിൽ നിന്ന് നിന്നെ കാലിൽ വാരി തൂക്കി എറിഞ്ഞിട്ട് നിവിൻ എന്നെ കൈപിടിച്ച് കയറ്റുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയം ഉണ്ടോടി നിനക്ക്? ഞാൻ വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞ ജീവിതമാടി നീ ഇപ്പൊ സ്വർഗമാണെന്ന് പറഞ്ഞ് കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത്. എന്റെ ദയ, എന്റെ ഭിക്ഷ. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഞാൻ അച്ഛന് സ്വപ്നം കണ്ടു. മേലെ മേഘത്ത് നിന്ന് അച്ഛൻ എന്നെ വിളിക്കാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു. കുട്ടിക്ക് വേറൊരു കുട്ടി ഉണ്ടാവാൻ പോണില്ല എന്ന്. അത്തരത്തിലുള്ള ഒരു ബന്ധവും നമ്മൾക്ക് ഇടയിൽ ഉണ്ടാവാൻ പോണില്ല.